മന്ത്രിസ്ഥാനത്തിലേക്ക് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഷാനിമോൾ ഉസ്മാൻ 24നോട് അരൂരിലെ നിയുക്ത MLA ആണ്. UDF മാതൃക കാണിക്കുമെന്നാണ് കരുതുന്നതെന്ന് ഷാനിമോൾ ഉസ്മാൻ പറയുന്നു. പേരിനൊരു വനിതാ മന്ത്രി പോരെ, അർഹമായ പ്രാതിനിധ്യം വേണം എന്നാണ് ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ 24നോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കേൾക്കാം ഷാനിമോൾ എന്താണ് പറഞ്ഞത്. ഇത്തവണ LDFിൽ നിന്ന് അരൂര് പിടിച്ചെടുത്ത ഷാനിമോൾ ഉസ്മാൻ 24നൊപ്പം ചേരുകയാണ്. വലിയ പോരാട്ടം നടത്തി ഒടുവിൽ വലിയ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരുന്നു അരൂർ നിയോജകമണ്ഡലത്തിലുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. UDFിലെ മൊത്തത്തിൽ വിജയിച്ചവരുടെ കണക്കെടുത്താൽ സ്ത്രീ പ്രാതിനിധ്യം കൂടുതലായി ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ കാലത്തും പാർട്ടിക്കകത്ത് കലാപം ഉണ്ടാക്കുന്ന ആളുകളാണ്. ജയിച്ചു വരുന്ന സീറ്റുകൾ കൊടുക്കാറില്ല. പക്ഷേ വളരെ ടഫായിട്ടുള്ള സീറ്റിലും ഒരുപാട് വനിതകൾ ജയിച്ചു വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ സമർത്ഥരായിട്ടുള്ള സംഘടനാ പ്രവർത്തകരാണ് എന്നുള്ളത് കൂടെ എടുത്തു പറയേണ്ട കാര്യം. ആ വനിതാ പ്രാതിനിധ്യം മന്ത്രിസഭയിലും ഉണ്ടാവും. അല്ല, മന്ത്രിസഭയിൽ കൂടുതൽ വേണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പേരിന് വേണ്ടി ഒരാളെയോ രണ്ടാളെയോ ഒക്കെ വെക്കുന്നതിനപ്പുറമായിട്ട് മതിയായ പ്രാതിനിധ്യം കൊടുത്ത് UDF മാതൃക കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അരൂരിനൊരു മന്ത്രി ഉണ്ടാവുമോ? അല്ല, അരൂരിൻ്റെ മന്ത്രിയുടെ കാര്യം എനിക്കറിയില്ല. പാർട്ടിയെ തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും പാർട്ടിയുടെ സജീവ പരിഗണന ഉണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും മൊത്തത്തിൽ അരൂരിൽ ഒരു മാറ്റം വേണ്ട സമയമായിട്ടുണ്ട്. അരൂരിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 7 മാസക്കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു ജനത, അത് നിങ്ങളിപ്പോൾ ചെന്ന് നോക്കിയാലും തുറവൂർ കുത്തിയതോട് പടിഞ്ഞാറൻ മേഖലയിൽ അടക്കമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി കണ്ട് അതിനുള്ള പരിഹാരം, ഒറ്റയടിക്ക് പരിഹാരം കാണുക എന്നുള്ളതല്ല, ഫസ്റ്റ് പ്രയോറിറ്റി കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക. UDFിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ സജീവമായി നടക്കുകയാണ്. നാളെ നിർണായക യോഗം നടക്കുന്നു. എന്തായിരിക്കും സംഭവിക്കുക? സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ്. കോൺഗ്രസിന് അതിൻ്റേതായിട്ടുള്ള വഴികളുണ്ട്. അപ്പോൾ കാലങ്ങൾ പിന്നോട്ടൊന്ന് ചിന്തിച്ച് എല്ലാ കാലത്തും ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകൾക്ക് ഒരു ഗുണപരമായിട്ടുള്ള പരിണിത ഫലമുണ്ടാകും. ഒരു തർക്കങ്ങളും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും UDFിന്റെ ഗവൺമെന്റും അധികാരത്തിൽ വരും. വെള്ളാപ്പള്ളി നടേശനൊക്കെ പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വരരുതെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. ഇപ്പോൾ എന്തായാലും അതെല്ലാം മാറി മറ്റൊരു ഫലമാണ്. അല്ല, കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ഭൂരിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വരരുത് എന്ന് ആഗ്രഹിക്കാനുള്ള അവകാശവും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നില്ല. എന്തായാലും അരൂരിൽ നേടിയത് വലിയ വിജയമാണ്. ഇപ്പോൾ ഇതാ മറ്റ് തലങ്ങളിലേക്ക് കൂടി ആ വിജയം മാറുന്നു. അരൂരിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഷാനിമോൾ ഉസ്മാൻ ഉറപ്പും നൽകുന്നു. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.